വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ഒരു ഫിഷിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്കൊരു ഗ്രീൻ ഫിഷ് ചെയ്യാം. കുറേ പച്ച ഇലകളൊക്കെ ചേർത്ത് പച്ച കുരുമുളക്, പച്ച കാന്താരി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് നോക്കാം. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് ഒരു മാരിനേഷൻ കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില, മല്ലിയില, 2-3 പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. 5-6 ഉള്ളി, 1 ഇഞ്ചി, 1 പീസ് ഇഞ്ചി, 5-8 അല്ലി വെളുത്തുള്ളി, കുറച്ച് പച്ച കുരുമുളകും പച്ച കാന്താരിയും, കുറച്ച് ലൈം ജ്യൂസും കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു തിലോപ്പിയ മീനാണ് എടുക്കുന്നത്. നമുക്ക് ഏത് മീൻ വേണേലും ഇത് വെച്ച് ചെയ്യാം. പക്ഷേ നമുക്ക് അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിസ്പ്ലേ വെക്കുമ്പോൾ ഒന്ന് ഭംഗിയായിട്ടിരിക്കാനാണ് ഒരു ഫുള്ളായിട്ടുള്ളൊരു മീൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്താണ് അരച്ചിരിക്കുന്നത്. നമുക്കൊന്ന് പുരട്ടി വെക്കാം. കുറച്ച് സമയം മാറ്റി വെക്കാം. ഇത് കുറച്ച് അരപ്പ് ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു രണ്ടാമത്തെ ഒരു പ്രോസസ്സിലൂടെ വേണ്ടിയിട്ടുള്ളതാണ്. വെയിറ്റ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മുടെ മീനൊന്ന് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ബാക്കിയുള്ള അരപ്പിലോട്ട് ഒരു മാങ്ങയുടെ പകുതി ചേർത്തൊന്ന് അരച്ചെടുക്കുകയാണ്. അത് ഒന്നുകൂടെ മാരിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇലയിലൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ള അരപ്പിലോട്ട് ഒരു മാങ്ങയുടെ പകുതി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വാഴയിലൊന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് അരിപ്പ് നമുക്ക് താഴെ ഇട്ട് കൊടുക്കാം. ഇപ്പം മാങ്ങയുടെ സീസൺ ഒക്കെ ആയി വരുന്നതുകൊണ്ടാണ് മാങ്ങ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിലോട്ട് നമുക്ക് പച്ചപ്പുളി വേണമെങ്കിൽ എടുക്കാം, വാളംപുളി, അല്ലെങ്കിൽ നമുക്ക് പുളിയുടെ ഇല വേണമെങ്കിൽ എടുക്കാം, എക്സ്ട്രാ ഒരു ഫ്ലേവർ കൊടുക്കാനായിട്ട്. ഇതിങ്ങ് വാട്ടിയെടുത്ത ഇലയാണ്. നമുക്കൊന്ന് കവർ ചെയ്യാം.
നമ്മൾ വാഴയിലെങ്കിലും ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് വീണ്ടും ഒന്ന് ആവി കയറ്റിയെടുക്കാം. നമ്മൾ വാഴയില പൊതിഞ്ഞ് അത് രണ്ട് സൈഡും മറിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താണ്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ ചേർത്തൊരു വെറൈറ്റി ഫ്ലേവറിലുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്കറിയാം നല്ല കറിവേപ്പില, മറ്റ് കാന്താരി, കുരുമുളക് ഇതെല്ലാം ചേർത്തേക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റും ഗുണമൊക്കെ ഉള്ള ഒരു റെസിപ്പിയാണ്. നല്ലൊരു വെറൈറ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഏത് ഡിഷിൻ്റെയും കൂടെ പോകുന്ന ഒരു ഡിഷാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.